പിന്നെ ഇതാണ് നമ്മുടെ ഒരു ഫെബ്രുവരി മാസം. ഈ ഫെബ്രുവരി മാസത്തിന്റെ പ്രത്യേകത എന്താ? ഫെബ്രുവരി പറയുമ്പോ അന്നാണ് വാലന്റൈൻസ് ഡേ, കീസ് ഡേ, മറ്റടിയുടെ ഓരോ ഡേ ഉണ്ട്. ആഘോഷിച്ചോട്ടെ, പ്രശ്നമില്ല, ഒക്കെ ആഘോഷിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു ടൈമില് പ്രപ്പോസൽ ഡേ പറഞ്ഞിട്ട് ഒരു ഡേ ഉണ്ട് എന്ന് പറയുന്നു. കൃത്യമായിട്ടൊന്നും അറിയില്ല, ഞാൻ കേട്ടതാ. അന്നേരം ഈ ടൈമില് ഞാൻ സാധാരണ വീഡിയോസിൽ കാണുന്നതാ, ഒരു മൈക്ക് എടുത്തിട്ട് ഓരോരുത്തന്മാർ നടക്കൂലോ അപ്പൊ ഓരോന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. അന്നേരം ചോദിക്കും, ഒരു പെൺകുട്ടിയോട് വിചാരിച്ചു, ഒരു പെൺകുട്ടിയോട് ചോദിക്കും. കണ്ടിട്ടുള്ള കാര്യ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നത്, ഇത് പ്രപ്പോസൽ ഡേ ആണ്. അന്നേരം ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ, ബെസ്റ്റി ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, ആരും ആയിരിക്കാം, വിളിച്ച് പ്രപ്പോസ് ചെയ്യും പറയും. മേ ബി അവൾക്ക് ഇഷ്ടമൊന്നല്ലായിരിക്കും പെൺകുട്ടിയോട്. പെൺകുട്ടീനോട് പറയും പ്രപ്പോസ് ചെയ്യാൻ. ജസ്റ്റ് ഈ മൈക്ക് നടന്ന ഓരോ മറ്റന്മാരാണ് അത് ചെയ്യുന്നത്. ഉമ്മനായിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറയും. എന്നിട്ട് അവള് വിളിക്കും, ഹലോ എടാ നീ എവിടെ, നീ എന്താ ചെയ്യാ, എനിക്കൊരു കാര്യം പറയാണ്ട്. അന്നേരം എന്തൊക്കെ പറയാള് ചോദിക്കും. എന്താ ഇത് കേട്ട തന്നെ എന്തോ പറയാണ്ട് കാര്യമായിട്ടെന്ന്. ഇവള് അവിടെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാ, നിനക്ക് എന്താ റിപ്ലൈ തരാണ്ടെന്ന്. അത് ആസ് എ ബോയ്, അവളുടെ ഫ്രണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മേ ബി ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഞാൻ ഉറപ്പുന്നു മേ ബി ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അവളുടെ ഒരു ഒറ്റ ചോദ്യത്തിൽ എന്തായി, അവൻ ചിലപ്പോ മേ ബി യെസ് പറയും. യെസ് പറഞ്ഞു. ഇവൻ പറഞ്ഞോണ്ട് ഇവൻ എന്താ പറഞ്ഞേ, പ്രപ്പോസ് ചെയ്ത പൈസ തരാന്ന ഇവൻ പറയും, മൈക്ക് പിടിച്ച് നടക്കുന്നവൻ. പൈസ കൊടുത്തു. അവള് എടാ പിന്നെ അവര് നേരിട്ട് കാണുമ്പോൾ ഈ അവസ്ഥ നീ ആലോചിച്ച് നോക്ക്. ഇവന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ പോലെ, ഇവന്റെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാല്, ഓ ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്തു, ആ ഫോണിൽ ഇങ്ങനെ ആലോചിച്ചു, ഓ ഇവ നേരിട്ട് പോയി എന്ത് പ്രസന്റ് കൊടുക്കും, ഓ ഞാൻ എത്ര കാലം കൊണ്ട് പറയാൻ ആഗ്രഹിച്ച സംഭവമാണ്. അങ്ങനെ പല സംഭവങ്ങളും മനസ്സിൽ കണക്കൂട്ടി ഉണ്ടാവും. ഇവ എന്നിട്ട് നേരിട്ട് പോയി കണ്ടുള്ള അവസ്ഥ വെച്ചാൽ, മറ്റവൻ എന്തായാലും പോയി ഒരു 100 രൂപ പോയി, കുറെ വ്യൂസും കിട്ടി, അവൾക്ക് എന്താ കിട്ടാണ് ഒരു 100 രൂപ കിട്ടി. ആ ഒരു രീതിയിലാണ് നീ അവൻ ആ ചെറുക്കന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്ക്. ഈ 100 രൂപ ഇവൻ കൊടുത്തില്ല, 100 രൂപ ഡബിൾ നമുക്ക് പൈസ വേറെ ജനറേറ്റ് ചെയ്യാം. ഇതിപ്പോ നേരെ തിരിച്ചാണ്, എന്തേലും പറ്റിക്കഴിഞ്ഞാൽ വേറെ കേസായി. നമ്മള് പൊട്ടന്മാരാക്കുക. ഇത് ഇപ്പൊ ഈ മൈക്ക് പിടിച്ച നിൽക്കുന്ന ആൾക്കാർ പോട്ടെ, ഇത് നിന്നെടുക്കണ ഈ പെൺകുട്ടികളുടെ അവസ്ഥ. അതെ, അവർക്കൊരു ബോധം വേണ്ടേ? പൈസ തരാ പറഞ്ഞു എന്തും ചെയ്യോ, അല്ല പിന്നെ അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുക, പ്രപ്പോസ് ചെയ്തോ 100 റുപ്യ. വേറെ കുറെ ടീംസ് ഉണ്ട് ഇങ്ങനെ പിടിച്ചായിരുന്നിട്ട്, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ, അതെ എന്നാ നിങ്ങൾ കിസ് ചെയ്യും, പൈസ തരാ പറയും. മാനും മര്യാദ ഉള്ളവർ ഒന്നും ചെയ്യില്ല, അവനോട് തെറിയും പറഞ്ഞാൽ അവര് പോകും. ആന മര്യാദ കിസ് ചെയ്ത് പൈസ വാങ്ങിട്ട് പോകും. അങ്ങനത്തെ കുറെ ചവറ് പോലെ ഉണ്ട് സംഭവം, അങ്ങനത്തെ പരിപാടി ഇപ്പൊ.